നമസ്കാരം. വെൽക്കം ടു മൂവി ട്രിക്ക്. അപ്പൊ ഇന്ന് നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് ഒരു ആഹ്, ഇന്തോനേഷ്യൻ മൂവിയാണ്. പടം ഈ മാസം റിലീസാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ടീസർ കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. അപ്പൊ പിന്നെ നമുക്ക് നമ്മുടെ ചാനലിൽ അതിന്റെ ട്രെയിലർ റിയാക്ഷൻ കൂടി ഒന്ന് ചെയ്തേക്കാന്ന് വെച്ചു. മിക്കവാറും നമുക്ക് ഈ ഇന്തോനേഷ്യൻ മൂവീസ് ഒക്കെ ആഫ്റ്റർ റിലീസ് അതിന്റെ OTT വന്നു കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുക. കാരണം അതിന്റെ ഒരു എന്താ പറയാ ഭയങ്കര ആക്ഷനും ഭയങ്കര എന്താ പറയാ ഒരു ബ്രൂട്ടൽ ആക്ഷനാണ് ഈ ഇന്തോനേഷ്യൻ മൂവീസിന്റെ ഒരു പ്രത്യേകത. അത് നമ്മള് നോർമലി ഫാമിലി ആയിട്ടൊന്നും കാണാൻ ഭയങ്കര പാടാ. അത് സ്ലാഷർ ആയിരിക്കും കൂടുതൽ. ഈ ആക്ഷനുകളുടെ ഒരു ഭീകര വേർഷൻ. ഈ റെയ്ഡ് സീരീസ് ഒക്കെ കണ്ടവർക്കറിയാം എങ്ങനെയാണ് അവർ ആക്ഷൻ. ഒട്ടുമിക്ക ആളുകൾക്കും അങ്ങനെ അത് പിടിക്കില്ല. സാഡ്നസ്, റെയ്ഡ് 2 അങ്ങനെ ഒരു 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 ടൈപ്പ് ഓഫ് പടങ്ങളാണ് അവരുടെ ഇന്തോനേഷ്യന്റെ മെയിൻ പ്രത്യേകത. ഗംഭീര പടങ്ങൾ വേറെ ഉണ്ട്, സൂപ്പർ ഹീറോ മൂവീസും ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു പുതിയ പടം ഈ മാസമാണ് റിലീസ്. ഏപ്രിലിലാണ് അതിന്റെ റിലീസ് പറഞ്ഞേക്കുന്നത്. അത് എന്തായാലും നമുക്ക് കിട്ടില്ല. OTT വന്നു കഴിഞ്ഞിട്ട് കാണാം. എന്തായാലും അതിന്റെ ട്രെയിലർ ഗംഭീരമായിരിക്കും എന്നാണ് തോന്നുന്നത്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ അതിന്റെ ഡീറ്റെയിൽ വിക്കിപീഡിയയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഇത് നോക്കാം. പടത്തിന്റെ പേര് ഇക്കട്ടൻ ദറ, അങ്ങനെയാണ് പടത്തിന്റെ പേര്. അതായത് ബ്ലഡ് ബോണ്ട് എന്നാണ് നമ്മുടെ ഇംഗ്ലീഷിൽ വരുമ്പോൾ അതിന്റെ അതൊരു മാർഷ്യൽ ആർട്സ് ആക്ഷൻ മൂവി. മാർഷ്യൽ ആർട്സ് ആക്ഷൻ മൂവിയാണ്. അത് ഡയറക്ട് ചെയ്തിരിക്കുന്ന സിദ്ധാർത്ഥ ടാറ്റ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയാണ്. ഇത് സിനോപ്സിസ് വരുന്നത് ഒരു ഫോർമർ മാർഷ്യൽ ആർട്സ് അത്ലീറ്റ് ഒരു അണ്ടർവേൾഡ് ഗ്യാങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. ആളുടെ ബ്രദർ ആ ഗ്യാങ്ങിന്റെ എന്താ പറയാ ഗ്യാങ്ങിന്റെ ഇതിൽ പെട്ടുപോകുമ്പോഴും അതിൽ നിന്ന് പുള്ളീനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ മാർഷ്യൽ ആർട്സ് പഠിച്ചിട്ടുള്ള ഈ പെൺകുട്ടി ഈ ഗ്യാങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന് അവരോട് എതിർത്ത് ഈ ബ്രദറിനെ രക്ഷപ്പെടുത്താൻ നോക്കുന്നതാണ്. ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു വൺ ലൈൻ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ അണ്ടർവേൾഡ് ഗ്യാങ് എന്ന് പറയുന്നത് ഈ ലോൺ ഷാർക്കുകളാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഫോണിൽ ലോൺ എടുക്കാം, ഇന്ന ഇത് വഴി ലോൺ എടുക്കാം, പെട്ടെന്ന് ലോൺ കിട്ടും, അങ്ങനെ പറയുന്നുണ്ടല്ലോ. അതുപോലത്തെ ഒരു ലോൺ ഷാർക്ക് ടീമിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ അനിയന് ലോൺ എടുക്കുക, അതിൽ നിന്ന് അങ്ങനെ പെട്ടുപോവുകയും ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്നും ഈ ഇങ്ങേരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഈ പെൺകുട്ടി, അതാണ് ഒരു വൺ ലൈൻ പടത്തിന്റെ പറഞ്ഞേക്കുന്നത്. കട്ട് ത്രൂട്ട് ആക്ഷൻ ആയിരിക്കണം. നമുക്ക് അതിന്റെ ട്രെയിലർ അപ്പൊ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. Tempat lu tuh gak pas buat lo datengin. Ini masalahnya rumah gue, kan? Rumah gue jauh lebih penting. Lo pikir selama ini gue bayar sekolah lu, duit dari mana? Makanya senyap bagai angin malam, di balik senyumnya tak ada ampunan, dia tak bicara, hanya menatap, sekali tunjuknya pun bedanya. Tak dicari tapi namanya berbisik di setiap nadi. Oh, kita cabut sekarang. Gak bisa, ya. Kalian harus mati, anjing! Kalau kita nggak mati, mereka kita yang mati, Bang. എന്റെ പൊന്നെ, ഈ മാസം 30-ാം തീയതിയാണ് പടത്തിന്റെ റിലീസ്. ട്രെയിലർ കണ്ടിട്ട് തന്നെ എന്റെ ദൈവമേ, ബ്രൂട്ടൽ ആക്ഷൻ,
ഗംഭീര ആക്ഷൻ. അയ്യോ, ഒരു ഭ്രാന്ത് പിടിച്ചിട്ടുള്ള ആക്ഷൻ ഇല്ലേ? അവിടെ നടന്ന് ഒക്കെ വന്ന് ഇടിക്കുക, കീറുക, വെട്ടി പൊളിക്കുക. ട്രെയിലർ കണ്ടിട്ട് തന്നെ ഭീകരം. ഇനിയിപ്പോ സിനിമ എങ്ങനെ ഉണ്ടാവും കണ്ടറിയണം. തിയേറ്റർ എന്തായാലും നമുക്ക് കിട്ടില്ല. ഇന്ത്യയിൽ അത് മിക്കവാറും അവർ പ്രദർശിപ്പിക്കില്ല. അതിന് നടക്കില്ല. അത് ഒബ്വിയസ്ലി സമ്മതിക്കില്ല അവര്. ഇനിയിപ്പോ അതിന്റെ OTTയും അങ്ങനെ ബ്ലൂറേയും കാര്യങ്ങളൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് സാധനം കിട്ടും. ഇക്കത്താൻഡറ. അപ്പൊ ആ പടം കണ്ടിട്ടൊന്ന് റിവ്യൂ ചെയ്യാം അതിന്റെ. ഒയ്യോ, ട്രെയിലർ ഭീകരം. ഒരു സാഡ്നെസ്സും റെയ്ഡും ഒരു എന്താ പറയാ, ഒരു വേറൊരു പടം കൂടിയുണ്ട്, ഒരു ഗംഭീര ആക്ഷൻ മൂവി. അതും എല്ലാം കൂടി ഒരു കൂട്ടിക്കുഴഞ്ഞ് ഒരു എന്താ പറയാ, ഒരു ഒരു എന്താ പറയാ, ഒരു പായസം കണക്കൊരു ഒരു പടം. ഒയ്യോ, പടം ഗംഭീരാവട്ടെ. അപ്പൊ ഓക്കെ, ബൈ.